വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനീയരെ, നമ്മുടെ ഹൃദയം എന്ന ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ സാജിദ് സാർ, ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ അധ്യാപകരെ, അനധ്യാപകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് അധ്യക്ഷ പ്രസംഗം ഇവിടെ നിർവഹിക്കേണ്ടിയിരുന്ന ആള് ഞാനായിരുന്നില്ല, നമ്മുടെ സുഹൃത്ത് ലിബിനായിരുന്നു. അവൻ ചെറുതായിട്ടൊന്ന് വീണിട്ട് കാലിന് പ്ലാസ്റ്റർ ഇട്ട് വയ്യാതിരിക്കുകയാണ്. അപ്പം എനിക്കിപ്പം ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സാറ് നമ്മളെ കോൽക്കളിയും ഒപ്പനയും കാര്യങ്ങളെല്ലാത്തിനും വേണ്ടി പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളെയെല്ലാം ടീച്ചേഴ്സ് നമ്മുടെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് പാട്ട് പാടിച്ചു. അപ്പം അന്ന് നമ്മുടെ സുഹൃത്ത് ഇന്നിവിടെ ഇല്ല, അദ്ദേഹം പ്രവാസ ലോകത്താണ്. അർഷദ്, ഞങ്ങൾ കുറച്ച് പേരാണ് അതിന് മത്സരിക്കാൻ വേണ്ടി പോയത്. അപ്പം അവൻ പാടിക്കൊണ്ടിരിക്കുന്നതിനിടെ ശബ്ദം ഇടറിയത് മൂലം നീ പാടണ്ട, തൻസീമ് പാടിയാൽ മതി എന്ന് സാറെന്ന് പറഞ്ഞു. അവൻ്റെ ദുവാട കൂടുതൽ കൊണ്ടാണോ അതോ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, സബ് ജില്ലാ കലോത്സവത്തിൻ്റെ തലേ ദിവസം എൻ്റെ കൈയൊടിഞ്ഞു. സാഹചര്യങ്ങൾ എന്ത് പാട്ടെ സാറേ, പക്ഷെ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നേക്കാൾ നന്നായി അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അന്ന് അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായത്. കാരണം പാട്ട് സാറ് ഞങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് മാത്രമേ അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവൻ അന്ന് നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഞാനന്ന് വീണതിൻ്റെ പിറ്റേ ദിവസമാണ് പ്രോഗ്രാമിൽ വേറെ ആളെ നമുക്ക് തപ്പിപ്പോകേണ്ടി വന്നില്ല. അവൻ തന്നെ മുമ്പോട്ട് വന്നു, പോയി പരിപാടി പങ്കെടുത്തു. എല്ലാം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ലിബിന്റെ പേരിൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി ലിബിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും ആയി കാണണം എന്ന് ആഗ്രഹിച്ചവരുടെ മുമ്പിൽ അല്പസമയം സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ പടച്ച തമ്പുരാനോടുള്ള അതിയായ നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളെല്ലാവരും വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള സൗഹൃദപരമായ രീതിയിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ നമ്മൾ മരിക്കുവോളം നിലനിൽക്കട്ടെ എന്നും വരും തലമുറയ്ക്ക് മാതൃകയായി മാറട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹൃദയം എന്ന ഈ വാക്കിനർത്ഥം ഹൃദയത്തെ അടക്കാനുള്ള മന്ത്രം എന്നാണ്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഈ പേര് നിർദ്ദേശിക്കാൻ കാരണം തന്നെയും ഇതാണ്. ഞാൻ ഇനി എൻ്റെ ഒരു ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ഒരു ക്ഷണിക്കുകയാണ് ഞാൻ ഇതിലോട്ട്. ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാലും ഞങ്ങളൊരു 12 പേരുള്ള കൂട്ടുകാർ ഈ സ്കൂളിൻ്റെ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഞങ്ങൾക്ക് കാണാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനാണെങ്കിലും വോയിസിനെ കുറിച്ചാണ് ഞാൻ സ്പെഷ്യലി പറയുന്നത്. സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ മാറി ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ നോക്കേണ്ട ആ ഒരു സമയം വന്നപ്പോൾ പലരും പ്രവാസ ലോകത്തേക്ക് പോയി, പലരും ഉപരിപഠനങ്ങൾക്കായി പോയി. അങ്ങനെ 2017-18 കാലഘട്ടത്തിൽ എനിക്കും പ്രവാസ ലോകത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അധികം കാലമൊന്നും നിന്നില്ല, 1.5 വർഷമേ നിന്നുള്ളൂ. അതിനുശേഷം തിരിച്ചു വന്നു. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ സമയത്ത് മാറി നിന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സൗഹൃദത്തിൻ്റെ ആണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ആണെങ്കിലും വില നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. നമ്മളെ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഭയങ്കര അത് നമുക്ക് അത് പറഞ്ഞ് ഭരിപ്പിക്കാൻ പറ്റത്തില്ല. കൂട്ടുകാർ കുന്നോളം ഉണ്ടെങ്കിലും സോദര, ഇന്ന് ഓർമ്മകൾ മാത്രമാണ് എൻ്റെ ആത്മമിത്രം. കരയുവാൻ കാരണങ്ങളേറെ ഉണ്ടെങ്കിലും മനം അനുവദിപ്പിൽ ഒരിക്കലും കരഞ്ഞിടുവാൻ. ഈ വരികൾ എൻ്റെ തന്നെയാണ്. 2017-18 കാലഘട്ടങ്ങളിൽ ഞാൻ തന്നെ അങ്ങനെ പെട്ടെന്നൊരു അവസ്ഥയിലേക്ക് പോയപ്പോൾ
ഞാൻ തന്നെ ചുമ്മാ കുറിച്ചതാണ്. ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ അത് കിടപ്പുണ്ട്. എനിക്ക് ഭ്രാന്താണെന്നുള്ള രീതി വരെ കമന്റ് അടിച്ചവന്മാർ വരെ ഇല്ലാത്തുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ, ഞാൻ ഒന്നും കൂടെ അത് പറയാം. കൂട്ടുകാർ കുന്നോളം ഉണ്ടെങ്കിലും സോദര, ഇന്ന് ഓർമ്മകൾ മാത്രമാണ് എൻ്റെ ആത്മമിത്രം. കരയുവാൻ കാരണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും മനം അനുവദിപ്പിൽ ഒരിക്കലും കരഞ്ഞിടുവാൻ. ഇന്നിവിടെ കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞ വരികളുള്ള ഈ വരികളുടെ സന്ദർഭത്തിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കലാലയ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും കൂടെ സമയം ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെയും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളുടെയും കൂടെയാണ്. അവർ തന്ന ആ സ്നേഹത്തിന്റെയും ആ പരിഗണനയുടെയും ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുഹൃത്തുക്കളായ രാഖിയും ഷെഹനയും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സമന്വയിപ്പിച്ചെടുത്തതാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു ഹൃദയം എന്നുള്ള നമ്മുടെ ഈ കൂട്ടായ്മ. അപ്പം ഏകദേശം ഒന്നല്ല, നമ്മൾ ഒരു ചെറിയ ക്ലാസ് മുറിയിൽ ഒരു ചെറിയ പ്രോഗ്രാമായിട്ട് മാറേണ്ടിയിരുന്ന ഒരു കാര്യം 3 ഡിവിഷനിലെയും കൂട്ടുകാരെ ഒരുമിച്ച് സമന്വയിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി ഇത്രയൊരു പ്രോഗ്രാമായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അവരുടെ പങ്കെന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രശംസിക്കേണ്ട ഒന്നാണ്. അവരെ ഞാൻ ഈ അവസരത്തിൽ ഞങ്ങളുടെ ആ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ